ഹായ് എല്ലാവർക്കും വയോലാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ലൂ പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് തന്നെ, ചിക്കൻ മസാല പൗഡറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോം മെയ്ഡ് ചിക്കൻ മസാല പൗഡറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാം ചിക്കൻ മസാല പൗഡർ പുറത്തുനിന്ന് പാക്കറ്റിൽ മേടിച്ചിട്ട് അത് ഇടുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ചിക്കൻ മസാല പൗഡർ ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പം അന്നേരം നമ്മളത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മണമൊക്കെ ടേസ്റ്റും മണമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാതും. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞൊരു ബോക്സിനകത്ത് കുറച്ചീശെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണവും അതുപോലെ രുചിയും കുറച്ചുകൂടി കൂടുതലായിരിക്കും. എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ, എന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈസസും അതേപോലെ തന്നെ ഈ പൊടികളും നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷെൽഫിൽ തന്നെ കുപ്പിക്കകത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് നമുക്ക് സൂക്ഷിക്കാം. കുറേ നാൾ വരെ സൂക്ഷിക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മസാലപ്പൊടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പൊടികളെല്ലാം ഒരുമിച്ച് ആണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ തീ ഓൺ ചെയ്തു. എന്നിട്ട് ഞാനിതൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പൊടികളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മസാലപ്പൊടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. മായം ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ തന്നെയാണ് പൊടികൾ ചേർക്കുന്നത്. നമുക്ക് ധൈര്യമായി ചേർക്കാം. അപ്പം ഞാനത് തീ ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുവാണ്. ഇനി ഞാൻ ആ നമ്മുടെ പൊടികളെല്ലാതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി വീണ്ടും ആ പൊടിയിൽ അഴുക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇടാനായിട്ട്. ഇനി നമ്മളിടുന്നത് ഉലുവയാണ്. ഉലുവ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഉലുവ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഉലുവ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ സെയിം പാത്രത്തിൽ തന്നെ മാറ്റിയാൽ മതി. നെക്സ്റ്റ് 1 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ജീരകവും ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജീരകം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ജീരകവും ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് യൂസ് ചെയ്യേണ്ടത്. അതും ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. എല്ലാ പൊടികളും ആയാലും സ്പൈസസ് ആയാലും ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകവും ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതും ഞാൻ മാറ്റുകയാണ് ഒരു പാത്രത്തിലേക്ക്. നെക്സ്റ്റ് ഒരു 10 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്യണം.
അതും ഞാൻ മാറ്റുവാണ്. നെക്സ്റ്റ് ഒരു വലിയ പീസ് കറുവപ്പട്ട, ഒരു തക്കോല, 3 ഏലക്ക, ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതും ഞാൻ മാറ്റുവാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം മിക്സിയുടെ കുഞ്ഞ് ജാറിനകത്തിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്പൈസ് ഗ്രൈൻഡർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പൊടിച്ചെടുക്കാം. അതേപോലെ തന്നെ കോഫി ഗ്രൈൻഡർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ഈ കുഞ്ഞ് ജാറിനകത്ത്, ഗ്രൈൻഡ് ചെയ്യുന്ന ജാറിനകത്ത് ഈ പൊടികളെല്ലാതും അതേപോലെ സ്പൈസസ് എല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുക്കുവാണ്. ഇനി ഇത് പൊടിച്ചെടുക്കുവാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത്രയും കുഞ്ഞൊരു പാത്രത്തിലുള്ളതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ മസാല ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ കുറേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കുഞ്ഞു ഡപ്പയ്ക്കകത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. കാരണം അതിൻ്റെ മണവും ഒക്കെ നമ്മളിപ്പം കുറേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തുറന്ന് അതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടും നല്ല മണവും ഒക്കെ കിട്ടും. നമ്മുടെ ചിക്കൻ കറിക്ക് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് നന്നായി അടച്ചു വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.